എന്താ മാറാട് കലാപം? മാറാട് 1ഉം 2ഉം കലാപം. മാറാട് കലാപം 1, മാറാട് കലാപം 2. ഒന്നാമത്തെ മാറാട് കലാപത്തിൽ 4 പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. രണ്ടാമത്തെ മാറാട് കലാപത്തിൽ 8 പേരുടെ ജീവൻ അപഹരിക്കപ്പെട്ടു. ഒരുമിച്ച് മത്സ്യബന്ധനത്തിന് പോയിരുന്നവർ, ഒരുമിച്ച് കുശലം പറഞ്ഞിരുന്നവർ, സുഖദുഃഖങ്ങളും സന്തോഷവും സന്താപവും ഒരുമിച്ച് പങ്കുവെച്ച മനുഷ്യർ ഒരു രാത്രി കൊണ്ട് മതത്തിന്റെ വിഷാംശങ്ങളെ കുത്തിവെച്ച് അവരെ ബദ്ധശത്രുക്കളാക്കി മാറ്റി. അയൽവാസികളെ കൊല്ലുന്ന വിധം അവരുടെ മനസ്സുകളെ പൈശാചികമാക്കി മാറ്റി. ആ കലാപഭൂമിയിൽ 12 പേര് 2 കലാപത്തിൽ മരിച്ചു. ആ സമയത്ത് കേരളം ഭരിക്കുന്നത് ശ്രീമാൻ A.K. ആന്റണിയാണ് മുഖ്യമന്ത്രി. കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയാണ്. ലീഗുകാർ പറയും ഉപമുഖ്യമന്ത്രി എന്ന്. ഞങ്ങളവിടുത്തെ ലീഗുകാർ കുഞ്ഞാലിക്കുട്ടിനെ ഉപമുഖ്യമന്ത്രി എന്നാണ് പറയുന്നത്. അവർക്ക് 2ാം നമ്പറിൽ കാറിൽ കാണുന്നവരൊക്കെ ഉപമുഖ്യമന്ത്രിയാണ്. അപ്പോൾ ഏതായാലും ആ കലാപഭൂമിയിലേക്ക് ഇവർ 2 പേരും പോയി. കലാപഭൂമിയിൽ ചെന്നപ്പോൾ അരയ സമാജത്തിന്റെ ആളുകൾ കുമ്മനം രാജശേഖരന്റെ മുന്നിൽ നിർത്തി ശ്രീമാൻ A.K. ആന്റണിയോട് പറഞ്ഞു, ഈ കലാപഭൂമിയിലേക്ക് നിങ്ങൾക്ക് വരാം, പക്ഷെ കുഞ്ഞാലിക്കുട്ടി പാടില്ല. ആരോടാണ് പറയുന്നത്? KPCC പ്രസിഡന്റിനോടല്ല, കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് എവിടെ പോകണം എവിടെ പോകരുത്, ആര് കൂടെ വേണമെന്ന് തീരുമാനിക്കുന്ന സംഘപരിവാരത്തിന്റെ തിട്ടൂരമുള്ള ഒരു കെട്ടകാലം ഈ രാജ്യത്തുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനം ആന്റണി എന്തു പറഞ്ഞു? ശ്രീമാൻ ആന്റണി പറഞ്ഞു, കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ തൊട്ടടുത്ത ഗസ്റ്റ് ഹൗസിൽ വിശ്രമിക്കൂ, ഞാൻ അവിടെ പോയി കണ്ടോളാം. അത് കഴിഞ്ഞ് അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പാർട്ടി അംഗമായ മുതിർന്ന നേതാവ് എളമരം കരീമും ചേർന്ന് ഈ കലാപഭൂമി സന്ദർശിക്കാൻ ചെന്നു. ഇതേ തിട്ടൂരം, ഇതേ ദാഷ്ട്യത്തോടെ, ധിക്കാരത്തോടെ, അഹങ്കാരത്തോടെ സംഘപരിവാരം എന്ന് പറഞ്ഞു, അരേ സമാജത്തിന്റെ ആളുകൾ വന്ന് പറഞ്ഞു, പിണറായി വിജയന് പോകാം, കോടിയേരി ബാലകൃഷ്ണന് പോകാം, പക്ഷേ എളമരം കരീമിന് പോകാൻ പറ്റൂല. ഇത് കേട്ട മാത്രയിൽ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു, ആര് എവിടെ പോകണമെന്ന്, ഞങ്ങളുടെ പ്രതിനിധി സംഘം ആരെ കാണണമെന്ന്, ആര് കൂടെ ഉണ്ടാകണമെന്ന് തീരുമാനിക്കുന്നതിന്റെ അവകാശം ഞങ്ങൾക്കാണ്. അതിന്റെ ഒരു സംഘപരിവാരക്കാരന്റെയും തിട്ടൂരം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ കലാപഭൂമിയിലേക്ക് എളമരം കരീമിനെയും ചേർത്തുപോയി സന്ദർശനം നടത്തി തിരിച്ചു വന്ന ഇടതുപക്ഷത്തിന്റെ ഗ്യാരണ്ടിയാണ് കഴിഞ്ഞ 10 വർഷക്കാലം നാം അനുഭവിച്ച ഈ മതനിരപേക്ഷ പരിസരം എന്ന് നാം മനസ്സിലാക്കണം.